അങ്ങനെ ഈ സങ്കടകരമായ അവസ്ഥയിൽ ഒരു രാത്രിയിൽ ഞാൻ എപ്പോഴും നോർമലല്ല, എനിക്കറിയാം ഞാൻ അബ്നോർമലാണ്. ചില സമയത്ത് എനിക്ക് ഫുൾ ബോധം വരും, എൻ്റെ അവസ്ഥയും എല്ലാം എനിക്ക് വരും. ആ സമയത്ത് ഒരു രാത്രി 2 മണിക്ക് എൻ്റെ ഒരു ടീച്ചർ, ഒരു നായർ സ്ത്രീയാണ്, ഞാനൊരു ഹിന്ദുവാണ്, അവർ ഭയങ്കരമായിട്ട് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാളാണ്, അവരെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു ഞാൻ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഒരു ലിങ്ക് എനിക്ക് ഒരു കുട്ടി അയച്ചേക്കുന്നു. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാതാവിനെയാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീയുടെ സാക്ഷ്യം. അതിനിടയിൽ വീണ്ടും മാതാവിനെ കാണിച്ചപ്പോൾ ബിന്ദു കരയുന്ന രൂപമാണ് ഞാൻ പിന്നെ കാണുന്നത്. മാതാവിനെ ഞാൻ പിന്നെ കാണുന്നേ ഇല്ല. ബിന്ദു അവിടെ ഒന്ന് പോവൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, ഒരു ചില്ലിക്കാശില്ല. ടീച്ചർ തന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ അയച്ചു തന്നു. 2-3 ദിവസത്തിനകത്ത് ഭർത്താവ് ഞാനും കൂടെ അവിടെ വന്ന്, ഇവിടെ വരുമ്പോഴൊക്കെ വെറും ഒരു ചിന്തയില്ല, ഒന്നും അറിയില്ല. ഇവിടെ വരുന്നു, ഭർത്താവ് ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നെങ്കിലും ഞാനതിൽ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ ഇറങ്ങാൻ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനോടും അപ്പനോടും പ്രാർത്ഥിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവ് തരണേ, അതിനുള്ള ഏകാഗ്രത തരണേ എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ കരഞ്ഞു പോയി. അത് കേട്ടു, ആ പ്രാർത്ഥന കേട്ടു. തീർച്ചയായിട്ടും ഞാൻ അന്ന് വൈകുന്നേരം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.